ന്യൂ ജനറേഷൻ സിനിമ നാട്ടുകാർ വിളിക്കുന്ന ഇത്തരം സിനിമയ്ക്ക് തുടക്കം കുറിച്ച ഒരു പ്രൊഡ്യൂസറാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, സ്റ്റാർ ജാമൽ. ഹായ്, ഞാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഹായ് ലിസ്റ്റിൻ, വെൽക്കം ടു ദി ഷോ. താങ്ക്സ്. എപ്പോഴാണ് വെളിപാടുണ്ടായത്? ടിങ്, ഞാനൊരു പടം പിടിച്ചേക്കാം. എന്റെ അടുത്ത് വന്ന കഥകള് അത് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ നിർമ്മിച്ചു എന്നേ ഉള്ളൂ. അതൊരു ന്യൂ ജനറേഷൻ മൂവിന്നോ അങ്ങനെയൊന്നും ഞാൻ സിനിമ നിർമ്മിച്ച സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ കൗതുകമുള്ള കാര്യമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ, യങ് പ്രൊഡ്യൂസർ. സത്യത്തിൽ വയസ്സ് എത്രയും? ഇപ്പൊ 26. 26 വയസ്സുകൊണ്ട് ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? അത് വേണ്ട, അതിപ്പോ 18 വയസ്സുണ്ടെങ്കിലും കാശ് ഉണ്ടെങ്കിൽ നിർമ്മിക്കാൻ പറ്റുമല്ലോ. ഓ, അപ്പൊ ലിസ്റ്റിൻ കാശുകാരനാണോ? അങ്ങനെയല്ല. അപ്പോ ഒരു 25-26 വയസ്സായപ്പോഴാണ് എനിക്ക് നിർമ്മിക്കാനായിട്ട് ഒരു അവസരം വന്നതും അന്നേരത്തേനും ഒക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടായി. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയത് എങ്ങനെ? ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇപ്പൊ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ അല്ലെ. കുട്ടിക്കാലം മുതലേ പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം? അങ്ങനെയല്ല, ഇതിന്റെ അകത്ത് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്കൊരു ആക്ടർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആണെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ കൺട്രോൾ പോലെ, പക്ഷെ എന്നാ ഒരു സിനിമ നിർമ്മിക്കുകയും വേണം എന്നുള്ള ഒരു ആശയത്തോട് കൂടിയതാണ്. എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ സത്യത്തിൽ ആരായിരുന്നു? നാട്ടിൽ എനിക്ക് അത്യാവശ്യം ഈ കൺസ്ട്രക്ഷന്റെ പരിപാടികളുണ്ടായിരുന്നു, പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നാട്ടിൽ തന്നെ എനിക്ക് 2-3 ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ റൺ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലേ കേരളത്തിൽ? ഒരുപാട് പേരുണ്ട്. ഒരു പച്ചക്കറി കടയാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വെണ്ടയ്ക്ക അല്ലെങ്കിൽ തക്കാളി അങ്ങനെ പച്ചക്കറികൾ ചീഞ്ഞു പോകില്ല. ഇതാകുമ്പോൾ നമുക്ക് ചീഞ്ഞു പോകുന്നുള്ള ഒരു സംഭവമില്ല. നമുക്ക് ഷുവർട്ടി ഉണ്ട്. ഒരു ഗോൾഡ് ആണെങ്കിൽ അതിന്റെ നമുക്കൊരു ഷുവർ ഷോട്ടാണ്. ശരിക്കും പറഞ്ഞ ഇന്ത്യൻ റുപ്പിയിലെ പൃഥ്വിരാജിനെ പോലെ പിന്നെ റിയൽ എസ്റ്റേറ്റ് കളിക്കായിരുന്നു പണ്ട്. തീർച്ചയായിട്ടും. ഇതൊക്കെ എവിടെയായിരുന്നു ഈ കളി കളിച്ചത്? ഇതെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ. ഉഴവൂരിലെല്ലാം ഒഴിച്ചു മറിച്ചോ? പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഡല്ലാണ് ഇപ്പൊ. അതുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്? അങ്ങനെയല്ല, അതിപ്പം റിയൽ എസ്റ്റേറ്റ് ഇല്ല, വേറെ ഒരു പരിപാടി ഇല്ലേലും ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഇതിൽ വന്നേനെ. എന്റെ കൂടെ ഉണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ഇത് ക്ലബ് FM സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഹായ്, ഞാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ലെറ്റ്സ് കം ടു സിനിമ ആൻഡ് വെൽക്കം ടു ദി ഷോ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, താങ്ക് യു. തമിഴില് ട്രാഫിക്കിന്റെ പ്രൊഡ്യൂസർ പറയൂ, ട്രാഫിക് തമിഴ് പറയാൻ പോകുന്നത് കേട്ടു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി ഒരു 15 ദിവസത്തോടെ ഷൂട്ട് ബാലൻസ് ഉണ്ട്. സിഗ്നൽ സോഫാർ പച്ചയാണോ ചോപ്പാണോ? പച്ച. ആരാ പോലീസ്? ചേരൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനൂപ് മേനോന്റെ വേഷം ചെയ്യുന്നത് ശരത് കുമാറാണ്. റഹ്മാൻ ചെയ്ത വേഷം ചെയ്യുന്നത് പ്രകാശ് രാജാണ്. കുഞ്ചാക്കോ ബോബൻ ചെയ്ത വേഷം ചെയ്യുന്നത് പ്രസന്നയാണ്. വിനീത് ശ്രീനിവാസൻ ചെയ്ത വേഷം സച്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു പയ്യന് ആണ് ചെയ്യുന്നത്. പിന്നെ ആസിഫ് അലി ചെയ്ത വേഷം എങ്കെ പൊതു എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചൊരു പയ്യനുണ്ട്, മിഥുൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മുടെ പാർവതി, നോട്ട്ബുക്കിൽ അഭിനയിച്ച പാർവതിയാണ് സന്ധ്യ ചെയ്ത വേഷം ചെയ്യുന്നത്. രമ്യ നമ്പീശൻ സെയിം തന്നെ. ലെന ചെയ്ത വേഷം രാധിക ശരത് കുമാർ. ട്രാഫിക് തമിഴിൽ പോയപ്പോ കഥ മാറ്റേണ്ടി വന്നു? പല രീതിയിലും തമിഴിൽ പോകുമ്പോൾ കൂടുതൽ അഡീഷൻസ് ഒക്കെ കൊണ്ടുവന്നു? ഇല്ല, ഈ കഥ അങ്ങനെ ചെയ്യാനായിരുന്നുവെങ്കിൽ നമുക്ക് പല സൂപ്പർ സ്റ്റാറുകളും ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഥ മാറ്റിയല്ല നമ്മൾ ചെയ്ത്. എക്സ് എന്നുള്ളൊരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹത്തിന് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതെ, ട്രാഫിക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തമിഴിൽ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോ അനൂപ് മേനോന്റെ വേഷമാണ് ആള് ചെയ്യാമെന്ന് സംഭവിച്ചത്. കമ്മീഷണർ ഓഫ് ചെന്നൈ. അതെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു നമ്മുടെ മലയാളത്തിലെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഈ ലെഫ്റ്റോ റൈറ്റോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അനൂപ് മേനോൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൺഫേം ചെയ്യാണ്ട് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പാടില്ല. അല്ല, അപ്പം ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നുണ്ട്, സാർ എന്നെ ട്രസ്റ്റ് ചെയ്യണം, ഞാൻ റൈറ്റിലേക്ക് എടുക്കുവാന്ന്. എന്നിട്ട് വണ്ടി അങ്ങ് എടുത്തോണ്ട് പോവാണ്. അവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെ അല്ല ഒരു കമ്മീഷണറെ ഒരു സാധാ കോൺസ്റ്റബിൾ അനുസരിക്കുന്നില്ല എന്നാണ് ആ സൂപ്പർ സ്റ്റാർ പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞു, എങ്ങനെ എന്നെ ഒരു കമ്മീഷണർ ആയിട്ടുള്ള എന്നെ എങ്ങനെ ഒരു കോൺസ്റ്റബിൾ അനുസരിക്കാതെ പോകും എന്നാണ് ചോദിച്ചത്. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അത് ആ ഒരു ഇതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ല, വേണ്ട മച്ചാനെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മള് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവായി. കേരളത്തിന്റെ സിനിമകൾക്ക് പുതിയൊരു സിഗ്നൽ കൊടുത്ത സിനിമ ട്രാഫിക് എന്ന മൂവിയുടെ പ്രൊഡ്യൂസർ is here with me. His name is Liston Stephen in the Club FM Star Jam and I'm Sean with you and right now Liston പറയൂ, ട്രാഫിക് തമിഴ് സംസാരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേഞ്ച് എന്താ? അതായത് ഈ സിനിമയിൽ ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. അതായത് ചേരൻ ഈ സിനിമയിൽ ഈ റോള് ചെയ്യുമ്പോൾ കുട്ടി പറ്റത്തില്ല എന്ന്. അതായത് നമ്മൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, അത് ഇല്ല. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസിനെ കണ്ടിട്ടില്ലേ? കമ്പയർ ടു തമിഴ് സൂപ്പർ സ്റ്റാർസ് എന്താ വ്യത്യാസം? അങ്ങനെയല്ലേ, ഇവിടെ കുറച്ച്
കുറച്ചുകൂടെ നമുക്ക് റിയലിസ്റ്റിക് ആണ്. ഇപ്പൊ കഥയോട് യോജിക്കുന്ന തരത്തിൽ കഥാപാത്രം ആവാനായിട്ട് ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ തയ്യാറാണ്. അവിടെ അങ്ങനെയല്ല. അവിടെ എല്ലാത്തിനും അത് ഒരു നാള് നോക്കി തന്നെയാണ് അവിടെ ഒരു പൂജ ഇടുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഒരു പടത്തിന് ടൈറ്റിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇത് എത്ര അക്കങ്ങളുണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാണ്. അപ്പോൾ ആരാണ് ഹീറോയിൻ, അവരെ ഭയങ്കര ഇതാണ്. ഇപ്പൊ ഞാനാണേലും ഈ സിനിമയുടെ പൂജ അവിടെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പർട്ടിക്കുലർ ഡേറ്റിൽ വേണം അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആടിമാസം അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് അവിടുത്തെ ഇത്. നമ്മൾ ഇതിൽ നിന്നും ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. നമ്മുടെ സിനിമ നല്ല കഥയാണ്, നല്ല സമയമാണെങ്കിൽ അത് ഓടും, അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ടൈറ്റിൽ ഇടാൻ നേരത്താണെങ്കിൽ നമ്മൾ ഒരു ചെന്നൈയിൽ ഒരു നാൾ എന്നാണ് ട്രാഫിക്കിന്റെ തമിഴ് പേര്. ഓക്കെ, അപ്പൊ അതും ഇതേപോലെ തന്നെ ന്യൂമറോളജി ഒക്കെ നോക്കിയിട്ടാണോ? അതെ അതെ. അപ്പൊ ചെന്നൈയിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ IEL ഒക്കെ ആയിട്ടാണ് എഴുതുന്നത്. YEL എന്നാണല്ലോ ശരിക്കും ഒരു പറഞ്ഞത്. പക്ഷെ IEL ചെന്നൈ. അപ്പൊ പ്രൊഡ്യൂസർ ആയിട്ട് പറയാനല്ലേ അതൊന്നും പറ്റില്ല? അതല്ല. അത് പിന്നെ ഈ വക കാര്യങ്ങൾ ഇതിപ്പോ എന്നെ വലിയ ബാധിക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. എനിക്കിതിലൊന്നും ഇഷ്യമുള്ള കാര്യമല്ലല്ലോ. അത് വയ്യായാലും അയ്യായാലും ഈ ആയാലും നമുക്ക് എനിക്കൊരു വിഷയമുള്ള കാര്യം. ഇത് ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. എന്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ വന്നിരിക്കുന്നത്. ഇത് സ്റ്റാർ ജാം ആണ്. യങ്സ്റ്റർ, ഹി ഈസ് ലിസ്റ്റൻ സ്റ്റീഫൻ. വെൽക്കം ബാക്ക് ടു ദി ഷോ ലിസ്റ്റൻ. താങ്ക്സ്. എനിക്ക് പ്രൊഡ്യൂസർമാരെ കുറിച്ച് കാലങ്ങളായിട്ട് കുറെ സംശയങ്ങളുണ്ട്. സത്യത്തിൽ പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞാൽ കാശുകാരന്മാരായിരിക്കണം? അങ്ങനെയല്ല, എല്ലാവർക്കും അംബാനിനെ പോലെ ആവാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. ഇപ്പൊ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ പ്രൊഡ്യൂസർ ആകുന്നു, അല്ലെങ്കിൽ ചില പ്രൊഡ്യൂസർമാർ പ്രൊഡക്ഷൻ കൺട്രോളറായി മാറുന്നു. അങ്ങനെയൊക്കെ സിനിമയിലുണ്ടല്ലോ. ഈ പടം പിടിക്കാന്ന് പറഞ്ഞാൽ പണം റോൾ ചെയ്യാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? പൈസ ഒക്കെ ഇല്ലാത്തവര് ആ ഒരു ടൈമിൽ ചെയ്യുന്നതല്ലേ. ഇപ്പൊ നമ്മൾ ചിലവരോട്, ഇപ്പൊ ഞാനൊക്കെ എത്ര പേരോട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വായ്പ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ വാങ്ങത്തില്ലേ. ഞാൻ കുറച്ച് സിനിമ സംശയങ്ങളാണ് ചോദിക്കണേ. ശരി, എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ പറഞ്ഞുതരാം. സിനിമയ്ക്കുള്ളിൽ സിനിമ കാണിക്കുന്ന ചില സിനിമകളിൽ കാണിച്ചിട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ ചില അംഗ നിക്ഷേപങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വെള്ളം ഇട്ട് നടക്കുന്ന മനുഷ്യന്മാരും വെള്ള ജുബ്ബ അത് രാഷ്ട്രീയത്തിലല്ലേ എങ്ങനെയുള്ളൂ. നേരത്തെ ഒരുപാട് കാലം മുമ്പുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അങ്ങനെയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കയ്യിലൊരു എന്താണ് ഒരു ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ്, അല്ലെങ്കിൽ ഒരു സ്യൂട്ട് കേസ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെയിൻ, ഒരു മാല, ഇതൊക്കെ അവരുടെ ഒരു എംബളം ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ കയ്യില് ഒരു ചെയിൻ ഉണ്ടായിരുന്നു നേരത്തെ. അന്നേരത്തേനും അൻവർ പറഞ്ഞേടാ ഇതൊന്നും ഇട്ട് നടക്കുക, എന്തിനാണ് ഇതൊക്കെ. ഇപ്പൊ അൻവറിനൊന്നും സ്വർണം പോലും ഇടുന്ന ഇഷ്ടമുള്ള ഒരാളല്ല അൻവർ റഷീദ്. അന്നാണ് ഞാൻ ശരിക്കും എന്റെ ഇത് ചെയിൻ ഞാൻ ഊരി വെച്ചത്. മൂഡില്ലെന്ന് പറഞ്ഞ ആക്ടർമാർ സെറ്റിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ടോ? ചില സമയത്ത് ഇപ്പൊ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പോകാറുണ്ട്. ആക്ടർ ഓർ ആക്ട്രസ്? അതിപ്പോ രണ്ടുപേരും. സംഭവിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത്, അത് നഷ്ടമല്ലേ പ്രൊഡ്യൂസർ? തീർച്ചയായിട്ടും നഷ്ടമാണ്. ഇപ്പൊ എന്റെ അവിടെ തന്നെ എനിക്കൊരു സംഭവിച്ചിട്ടുണ്ട്. എല്ലാം വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ടർ അയ്യോ ഇന്നിപ്പോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവായി പോയപ്പോ നമ്മൾ ഫുൾ അപ്പ്. നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ പോയി ഷിഫ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അത്രയും ചെമ്പ് അത് വേസ്റ്റ് ആയി. അല്ല, അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ എന്താ മനസ്സിൽ തോന്നുന്നത്? വിഷമം തോന്നും. അല്ല, നമ്മളിപ്പോ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത പടം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയുമ്പോൾ വേണ്ട നമുക്ക് വേറൊരാളിലേക്ക് പോവാം എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ ഇപ്പൊ നമുക്കിപ്പോ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളതല്ലേ. സ്വന്തം സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. ഏത് സിനിമയില്? അത് പറയില്ല. ഇത് സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.